3 പതിറ്റാണ്ട് കാലത്തെ പ്രവാസ ജീവിതം എങ്ങനെ നോക്കിക്കാണും? പ്രവാസം നമ്മൾക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് കുറേ ഐശ്വര്യം കൊണ്ടുവന്നിട്ടുണ്ട്. 1960 കേരളമല്ല 2026 കേരളം. തീർച്ചയായും ഇന്ന് ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റേറ്റ് സിറ്റിയാണ് കേരളം. അല്ലേ? സ്റ്റേറ്റിന് പോലെ സിറ്റി തന്നെ പറയാം. ഇറ്റ്സ് വെരി കണക്റ്റഡ് ആണ്. നമ്മൾ ഒരു മറ്റുള്ള സംസ്ഥാനം, ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെയല്ല. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വളരെ സന്തോഷകരമാണ്. കുറേ അനുഭവങ്ങൾ, ജീവിതം ഇങ്ങനെ എഴുതിക്കൊണ്ട് പോയാൽ അത് വലിയ വലിയ ബുക്കായിട്ട് മാറും, വലിയ വാളികളായിട്ട് മാറും. നല്ല അനുഭവമാണ്. ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ വളരെ സ്ട്രഗിളിങ്ങിലൊക്കെ ആയിരുന്നു. അതൊക്കെ മാറി എല്ലാം കൊണ്ടും ഒരു സെക്കൻഡ് ജനറേഷന് കൊടുക്കേണ്ട എല്ലാ കാര്യവും ഒരു പരിധി വരെ കൊടുക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയ നമ്മുടെ ജീവിതത്തിൽ. അതെ. ഇപ്പം ഈ 30 വർഷത്തിലധികം പ്രവാസ ജീവിതം നയിക്കുമ്പോൾ പോലും അതിൽ കൂടുതലും ഒരു സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ജീവിതശൈലി കൂടിയായിരുന്നു താങ്കളുടേത്. അത് ഈ പറഞ്ഞ പോലെ KMCCയിലെ പ്രവർത്തനമാണെങ്കിലും പിന്നീടുണ്ടാകുന്ന അസോസിയേഷനുകളുടെ പ്രവർത്തനങ്ങളായിരുന്നു. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഒരു പ്രവാസി എന്നുള്ള രീതിയിൽ താങ്കളെ ഏത് രീതിയിലാണ് സ്വാധീനിച്ചത്? അതിനൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒന്ന്, എൻ്റെ ഫാദറിൽ നിന്ന് കിട്ടിയ ഒരു ജീനാണ് ഇത്, ഈ സോഷ്യൽ പ്രവർത്തനം എന്ന് പറയുന്നത്. ഫാദർ ഗവൺമെൻറ് കോളേജ് കാസർഗോഡിൽ പഠിക്കുമ്പോൾ തന്നെ BA പഠിക്കുമ്പോൾ തന്നെ സംസ്ഥാന FSM MSFൻ്റെ 2ാമത്തെ ജനറൽ സെക്രട്ടറി. പിന്നെ മൂപ്പര് അതിൽ നിന്ന് കഴിഞ്ഞ് മാർബോളറൻസ് ജോയിൻ ചെയ്ത ഉടനെ തന്നെ അദ്ദേഹം STUവിൻ്റെ സീനിയർ ലീഡർ ഒരാളായിട്ട് മാറി. പിന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങളായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ മുസ്ലിം ലീഗുമായിട്ട് അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് അതിൽ പ്രവർത്തിച്ച് ജീവിച്ച നമ്മളിൽ നിന്ന് കടന്നുപോയ വലിയൊരു മനുഷ്യനാണ്. അപ്പം മുതൽ തന്നെ എൻ്റെ മനസ്സിലും എൻ്റെ കാര്യപ്രവർത്തനത്തിലൊക്കെ ഇതുണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ പലപ്പോഴും നമ്മുടെ ഈ രാഷ്ട്രീയ പ്രവർത്തനം കാണുമ്പോൾ വലിയ സ്ട്രഗിളാണത്. അപ്പം ആ സ്ട്രഗിളിലേക്ക് പോകരുത് എന്നുള്ളൊരു വിശ്വാസം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നാട്ടിലും കുറച്ച് കോളേജിലൊക്കെ കുറച്ച് പ്രവർത്തനം നടത്തുന്നു എന്നല്ലാതെ കൂടുതലായി ഇതിൽ അങ്ങ് ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം എൻ്റെ വീട്ടിൽ തന്നെ അനുഭവമുണ്ട്. പലപ്പോഴും ഉപ്പാനെ കിട്ടൂല, ഉണ്ടാവില്ല. പല കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ ഉമ്മ മാനേജ് ചെയ്യാണ് പോവാറ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പല പൊളിറ്റീഷ്യൻ്റെ വീട്ടിലുണ്ടാകേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അതെ അതെ, തീർച്ചയായും പൊളിറ്റീഷ്യൻസിന്റെ മക്കൾ വരുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ വരുന്ന വളരെ കുറവായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നു, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, പല നമ്മുടെ നാട്ടിൽ ഏത് പാർട്ടി ആയിക്കോട്ടെ അവരൊക്കെ വീട്ടിലുണ്ടാവുന്നൊരു സ്ട്രഗിൾ ഉണ്ട്. ആ സ്ട്രഗിള് ഒരു പരിധിവരെ മക്കൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ എനിക്കാവട്ടെ എന്ന് പറഞ്ഞ് മക്കൾ തിരിഞ്ഞു പോകുന്ന എത്ര അനുഭവം ഉണ്ട്. അതിലൊരാളായിരുന്നു ഞാൻ. പക്ഷെ ഇവിടെ വന്ന് 90കളിൽ ഇവിടെ വന്ന സമയത്ത് ഇവിടെയുള്ള ബാക്കിയുള്ള പ്രവർത്തകന്മാരൊക്കെ മജീദ് തങ്കൻ്റെ മകനാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എടുക്കണം എന്ന് പറഞ്ഞാൽ KMCCയുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. പിന്നെ ഇത് ഈ ബ്ലഡിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, നമുക്ക് ഡിനൈറ്റ് മാറൂല. അത് പിന്നെ ഓട്ടോമാറ്റിക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് ഇൻവോൾവ് ആവും. പിന്നെ ഒരു പ്രശ്നം വരും, അത് ഇൻവോൾവ് ആവും. പിന്നെ KMCCൻ്റെ ചാരിറ്റി പ്രവർത്തനം കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവോൾവ് ആവും. അങ്ങനെ ഇൻവോൾവ് ആയി മണ്ഡലം പ്രസിഡന്റ് തുടങ്ങി. പിന്നെ ഷാജ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി. പിന്നെ ഇത്രയും വർഷം കാലം ഞാൻ കേന്ദ്ര KMCCയുടെ നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് കുറേ കാലം, പിന്നെ കുറേ കാലം വൈസ് പ്രസിഡന്റായി. ഇടയ്ക്ക് ഞാൻ ജനറൽ സെക്രട്ടറി ആയി നാഷണൽ KMCCയുടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നാഷണൽ കമ്മിറ്റി ട്രഷറായി, ഇപ്പോഴും ട്രഷറായി പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഞാൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി 2009-10 വരുന്ന കാലഘട്ടങ്ങളിൽ. അന്നാണ് നമ്മൾ ഷാർജയിൽ ഹിന്ദു ക്രിമിറ്റോറിയം കൊണ്ടുവന്ന വലിയൊരു അനുഭവം ഉണ്ട് എനിക്ക് എൻ്റെ മുമ്പിൽ. അത് കൊണ്ടുവരാനുണ്ടായ ഒരു വലിയ ഒരു കഠിനമായ അധ്വാനമുണ്ട്. അതാണ് എൻ്റെ ലൈഫിൽ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നൊരു സംഭവം. അത് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പിന്നെ 2015-16 മുതൽ ഞാൻ അവിടെ ചെയർമാനായിരുന്നു, മുന്നണിയുടെ ചെയർമാനായിരുന്നു 5 വർഷക്കാലം. അത് കഴിഞ്ഞിട്ടാണ് എന്നോട് പാർട്ടി ആവശ്യപ്പെട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട്. മത്സരിച്ചു.
ജയിച്ചു. ഇപ്പോൾ എതിരില്ലാതെ വലിയ ഭൂരിപക്ഷത്തിൽ. അല്ല, വലിയ ചെറിയ ഭൂരിപക്ഷമാണ്. പക്ഷെ ഒരു ആദ്യമായിട്ട് KMCC ഒരാൾ അവിടെ പ്രസിഡന്റായിട്ട് വരാൻ സാധിച്ചു.